ബാരിക്കേഡിന് മുകളിലേക്ക് പ്രവർത്തകർ വലിഞ്ഞു കയറാൻ ശ്രമിക്കുന്നുണ്ട്. ബാരിക്കേഡ് മറികടന്ന് മുന്നിലേക്ക് പോകാനാണ് പ്രവർത്തകരുടെ തീരുമാനമെങ്കിൽ നേരിടാൻ ഉറച്ചു തന്നെയാണ് പോലീസും നില ഉറപ്പിച്ചിരിക്കുന്നത്. റോഷിപാൽ വിവരങ്ങളുമായി ചേരുകയാണ്. റോഷിപാൽ, ആ പ്രവേശന കമ്പാടം ആകെ ബാരിക്കേഡ് വെച്ച് തടഞ്ഞിട്ടുണ്ട്. പോലീസ് ആവശ്യത്തിന് പോലീസ് വിന്യാസവും ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജലപീരികൾ 1, 2, 3 അവിടെ ക്രമീകരിച്ചിട്ടുമുണ്ട്. പിരിഞ്ഞു പോകാതെ നിന്ന് മുദ്രാവാക്യം വിളിക്കുകയാണ് BJP പ്രവർത്തകർ. ഹലോ റോഷിപാൽ, കേൾക്കാമോ? മാധു, ഇപ്പോഴും യുവമോർച്ച പ്രവർത്തകരുടെ പ്രതിഷേധം തുടരുകയാണ്. പോലീസ് തുടർച്ചയായി 2 ജലപീരങ്കിയിൽ നിന്നും വെള്ളം ചീറ്റിയെങ്കിലും പ്രവർത്തകർ പിരിഞ്ഞു പോയിട്ടില്ല. അവർ അല്പം മാറി നിന്ന് വീണ്ടും തിരിച്ചെത്തി അവരുടെ പ്രതിഷേധം തുടരുകയാണ്. ബാരിക്കേഡിന് മുന്നിൽ തന്നെ നിന്ന പ്രതിഷേധം ക്ലിഫ് ഹൗസ് കോമ്പൗണ്ടിലേക്കുള്ള റോഡിന്റെ തുടക്കത്തിലാണ് ബാരിക്കേഡ് തീർത്ത് ഈ മാർച്ച് പോലീസ് തടഞ്ഞത്. ഇപ്പോൾ ബാരിക്കേഡിന് മുകളിലേക്ക് വീണ്ടും യുവമോർച്ച പ്രവർത്തകർ കയറുകയാണ്. അവിടെ അവർ ബാരിക്കേഡിന് മുകളിൽ കയറി പ്രതിഷേധിക്കാനുള്ള തയ്യാറെടുപ്പാണ്. പോലീസ് പ്രവർത്തകരെ പിരിച്ചുവിടാൻ തുടർച്ചയായി ജലപീരങ്കി പ്രയോഗിച്ചെങ്കിലും അവർ പിരിഞ്ഞു പോകുന്നില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് ദില്ലിയിലെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധത്തിന് എതിരെയുള്ള ഒരു പ്രതിഷേധമാണ്. നേരത്തെ KPC ആസ്ഥാനത്തേക്ക് നടത്തി, അതിനുശേഷം ഇപ്പോൾ ക്ലിഫ് ഹൗസിലേക്ക് യുവമോർച്ച പ്രവർത്തകർ ആ പ്രതിഷേധം നടത്തുന്നു എന്ന പ്രത്യേകത മാത്രമാണ്. VD സതീശൻ രാജിവെക്കണമെന്ന ആവശ്യമാണ് യുവമോർച്ച മുന്നോട്ട് വെക്കുന്നത്. അവർ അങ്ങനെയുള്ള VD സതീശന്റെ രാജി ആവശ്യപ്പെട്ട VD സതീശൻ മര്യാദ പാലിക്കണമെന്നടക്കം ഉള്ള ബാനറുകൾ ഇപ്പോൾ ഉയർത്തുന്നുണ്ട്. അങ്ങനെ ബാനറുകൾ ഉയർത്തി അവരുടെ വൈകാരികമായ പ്രതിഷേധം ഇവിടെ പ്രകടിപ്പിക്കാൻ അത് തുടരുന്നുണ്ട്. ബാരിക്കേഡ് മറിച്ചിടാൻ ഒരു ഭാഗത്ത് ഏറെ നേരമായി യുവമോർച്ച പ്രവർത്തകർ ശ്രമം തുടരുകയാണ്. നേരത്തെ അത് സംഘർഷത്തിലേക്ക് പോകുമെന്ന് മനസ്സിലാക്കിയാണ് പോലീസ് ഉടനെ ജലപീരങ്കി പ്രയോഗിച്ചത്. ഇപ്പോൾ ബാരിക്കേഡ് മറിച്ചിടാൻ വേണ്ടി കൂടുതൽ പ്രവർത്തകരെത്തി. അവർ സംഘടിതമായി ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമം തുടരുന്നു. മറുഭാഗത്ത് പ്രവർത്തകർക്ക് മുദ്രാവാക്യം വിളിക്കുന്നുമുണ്ട്. വളരെ എളുപ്പത്തിൽ പ്രവർത്തകരെ പോലീസിന് പിരിച്ചുവിടാൻ കഴിയില്ല. കാരണം അവർ സജ്ജമായി തന്നെയാണ് ഈ പ്രതിഷേധ മാർച്ചിലേക്ക് എത്തിച്ചേർന്നത്. അവർ ബാരിക്കേഡ് മറികടക്കാൻ തയ്യാറായി തന്നെ എത്തിയ പ്രവർത്തകരാണ്. സ്വാഭാവികമായും ജലപീരങ്കിയൊക്കെ അവർ ആ പ്രതിരോധമൊക്കെ, പോലീസിന്റെ പ്രതിരോധമൊക്കെ അവർ മറികടക്കും. അവർ ബാരിക്കേഡ് അല്പസമയത്തിനകം പോലീസിന് നിയന്ത്രിക്കാൻ കഴിഞ്ഞെങ്കിലും ബാരിക്കേഡ് മറികടക്കാനുള്ള സാധ്യതയുമുണ്ട്. അതൊക്കെ മുൻകൂട്ടി പോലീസ് കാണുന്നുമുണ്ട്. വളരെ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരും കേട്ടുകേൾവിയില്ലാത്തൊരു കാര്യമാണ്. ഭരണത്തിലിരിക്കുന്ന, പ്രത്യേകിച്ച് കേന്ദ്രത്തിലോ സംസ്ഥാനത്തോ ഒക്കെ ഭരണത്തിലിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ സ്വാഭാവികമായും പ്രതിപക്ഷ പ്രതിഷേധം ഉണ്ടാകും. അതിലൊരു കൗണ്ടർ പ്രൊട്ടസ്റ്റ് എന്ന നിലയ്ക്ക് സംസ്ഥാനത്ത് തുടർ സംഭവങ്ങൾ നടക്കുകയാണ്. അതുതന്നെയാണ് മാധവ് പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസം KPCC ഓഫീസിലേക്ക് നടത്തിയ BJP നടത്തിയ മാർച്ച് നമ്മൾ കണ്ടു. അതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക്, ക്ലിഫ് ഹൌസിലേക്ക് ഇപ്പോൾ യുവമോർച്ച പ്രവർത്തകരുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തുന്നത്. വലിയ ജനക്കൂട്ടം തന്നെ ഇവിടെ സംഘടിച്ചിട്ടുമുണ്ട്. ബാരിക്കേഡ് തള്ളിമാറ്റാനുള്ള ശ്രമമാണ്. പലതവണ യുവമോർച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ഇതിനകം തന്നെ ജലപീരങ്കി പ്രയോഗിക്കുകയും ചെയ്തു. കനത്ത പോലീസ് ബന്ദോബസ്താണ് ഇവിടെയെല്ലാം ഉള്ളത്. ബാരിക്കേഡിനപ്പുറം വലിയ സംഘം പോലീസുണ്ട്. ബാരിക്കേഡിന് മുകളിലേക്ക് കയറിപ്പോകാൻ ശ്രമിക്കുന്ന പ്രവർത്തകരെയും നമുക്ക് കാണാം. വനിതാ പ്രവർത്തകർ ഉൾപ്പെടെ 100 കണക്കിന് പ്രവർത്തകരാണ് ഇന്നിപ്പോൾ ഇവിടെ സംഘടിച്ചിരിക്കുന്നത്. VD സതീശൻ മര്യാദ പാലിക്കണം എന്ന ബാനറുകൾ പല ഭാഗത്തും ഉയർത്തിയത് നമുക്ക് കാണാം. ഡൽഹിയിൽ സമരം നടത്തുമ്പോൾ ഇങ്ങിവിടെ കേരളത്തിലെ ഉദ്യോഗാർത്ഥികളുടെ പ്രശ്നം പരിഹരിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നില്ല. അതുകൊണ്ട് VD സതീശൻ രാജിവയ്ക്കണം എന്ന മുദ്രാവാക്യമാണ് യുവമോർച്ച പ്രവർത്തകർ മുന്നോട്ട് വയ്ക്കുന്നത്. അതിശക്തമായ പ്രതിഷേധമാണ്. 2 ജലപീരങ്കികൾ വെച്ചുകൊണ്ട് സമരം ചെയ്യുന്നവരെ തുരത്താൻ പോലീസ് മറുഭാഗത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട്. പോലീസും പ്രവർത്തകരും നേർക്കുനേർ നിന്നൊരു സംഘർഷത്തിലേക്ക് പോകുന്നില്ല. ബാരിക്കേഡിനപ്പുറമാണ് പോലീസ് ഉള്ളത്. ബാരിക്കേഡ് ഏത് സമയവും തള്ളിമാറ്റാനുള്ള വലിയ ശ്രമമാണ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഇനിയും ജലപീരങ്കി പ്രയോഗിക്കാനുള്ള സാധ്യതയുമുണ്ട്. കാരണം ഇത്ര നേരം ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പ്രവർത്തകർ പിന്തിരിഞ്ഞു പോകുന്നില്ല. കൂടുതൽ പ്രവർത്തകർ ബാരിക്കേഡിനടുത്തേക്ക് ഓടി വരുന്ന കാഴ്ചയാണ് ഇവിടെ നിന്ന് കാണുന്നത്. ക്ലിഫ് ഹൌസിന്റെ ഒരു 200 മീറ്റർ മാറി ദേവസ്വം ബോർഡ് ജംഗ്ഷനിലാണ് ഇവിടെ ഇപ്പോൾ പോലീസ് ഈ മാർച്ച് തടഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം KPCC ഓഫീസിലേക്ക് നടത്തിയ BJP മാർച്ചും സംഘർഷമായിരുന്നു. അങ്ങ് ഡൽഹിയിൽ നടക്കുന്ന
സമരം, ആ സമരത്തിന്റെ മറ്റൊരു ഭാഗം എന്ന നിലയിൽ ഇവിടെ കോൺഗ്രസിനെതിരായി, മുഖ്യമന്ത്രിക്കെതിരായി ബിജെപിയും യുവമോർച്ചയും പ്രതിഷേധം സംഘടിപ്പിക്കുന്നു എന്ന രാഷ്ട്രീയം കൂടി ഇതിലുണ്ട്. മുഖ്യമന്ത്രി വി ഡി സതീശന് എന്ത് മര്യാദയാണ് പാലിക്കേണ്ടത്? അതോ കോൺഗ്രസിന്റെ എംപിമാർ ആ സമരത്തിൽ വളരെ സജീവമായി പങ്കെടുക്കുന്നു എന്നുള്ളത് കൊണ്ടാണോ? മാധു, ഇവരിവിടെ ഉയർത്തുന്ന മുദ്രാവാക്യം അവിടെ ഡൽഹിയിൽ സമരം ചെയ്യാൻ പോകുന്ന മുഖ്യമന്ത്രി ഇവിടുത്തെ യുവജനങ്ങളെ കാണുന്നില്ല എന്നുള്ളതാണ്. ദിവസങ്ങളായി PSCയുടെ മുന്നിൽ നടക്കുന്ന സമരം, ഉദ്യോഗാർത്ഥികൾക്ക് നിയമനം കൊടുക്കാത്ത ഒരു വിഷയം, ഇതെല്ലാം മുൻനിർത്തിക്കൊണ്ട് ഇവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്നുള്ളതാണ് പ്രധാനമായും യുവമോർച്ച ഇതിലൂടെ ആവശ്യപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം KPCC ഓഫീസിലേക്ക് നടത്തിയ മാർച്ചാണെങ്കിൽ അത് കോൺഗ്രസിനെതിരായിട്ടുള്ള രാഷ്ട്രീയ മാർച്ചായിരുന്നുവെങ്കിൽ ഇത് കേരളത്തിലെ വിഷയം ഉയർത്തിപ്പിടിക്കുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ശക്തമായ സമരത്തിലേക്ക്, പ്രതിഷേധത്തിലേക്ക് പ്രവർത്തകർ പിന്തിരിഞ്ഞു പോകുന്നില്ല. കൂടുതൽ പ്രവർത്തകർ ബാരിക്കേഡിന് മുന്നിലേക്ക് വരുന്നതാണ് ഇവിടെ നിന്ന് കാണുന്നത്. 2 പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിലേക്ക് കയറുന്നു. മറുഭാഗത്ത് നിന്ന് ബാരിക്കേഡ് തള്ളിമാറ്റാൻ ശ്രമിക്കുന്നു. പോലീസ് മറുഭാഗത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട്. ഈ സ്ക്രീനിന്റെ ഇടതുവശത്ത് കാണുന്നത് ക്ലിഫ് ഹൗസിലേക്കുള്ള യുവമോർച്ചയുടെ മാർച്ചാണ്. വലതുവശത്ത് കാണുന്നത് കൊല്ലത്തെ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തുന്ന മാർച്ചാണ്. ഹെഡ് പോസ്റ്റ് ഓഫീസുകളിലേക്ക് ഇന്നലെ SFI അടക്കമുള്ളവർ പ്രതിഷേധം നടത്തിയിരുന്നു, കോൺഗ്രസ് അടക്കമുള്ളവർ പ്രതിഷേധം നടത്തിയിരുന്നു. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൊല്ലത്ത് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് നടത്തുന്ന മാർച്ചാണ് നമ്മൾ ഈ സ്ക്രീനിന്റെ വലതുഭാഗത്ത് കാണുന്നത്. ക്ലിഫ് ഹൗസിലേക്ക് യുവമോർച്ച പ്രവർത്തകർ നടത്തുന്ന പ്രൊട്ടസ്റ്റ് ആണ് ഇടതുഭാഗത്ത് കാണുകയും ചെയ്തത്. TV പ്രസാദ് നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. TV പ്രസാദ്, കേരളത്തിലെ വിഷയങ്ങളിൽ മുഖ്യമന്ത്രി ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നുള്ളതാണ്. ദില്ലിയിലെ പ്രക്ഷോഭത്തിന് രാജ്യവ്യാപകമായ പ്രതിഫലനമുണ്ട്, സംസ്ഥാനത്ത് പാടില്ല എന്നുള്ളതാണോ ഇവരുടെ രാഷ്ട്രീയ ആവശ്യം? മാധു, പ്രധാനമായും ഇവർ ഉന്നയിക്കുന്നത് PSC ഓഫീസിന് മുന്നിൽ ആ യുവജനങ്ങൾ നടത്തുന്ന സമരം അത് പരിഹരിക്കുക, സംസ്ഥാനത്ത് ഉദ്യോഗാർത്ഥികൾക്ക് നിയമനം കാത്തുനിൽക്കുന്നവർക്ക് നിയമനം കൊടുക്കുക തുടങ്ങിയ ആവശ്യമാണ് പ്രധാനമായും ഇന്ന് യുവമോർച്ച മുന്നോട്ട് വയ്ക്കുന്നത്. ഇങ്ങനെ വിഷയങ്ങൾ നിൽക്കുമ്പോഴാണ് മുഖ്യമന്ത്രിയും കോൺഗ്രസ് പ്രവർത്തകരും നേരെ ഡൽഹിയിലേക്ക് പോയി സമരം നടത്തിയത് എന്നുള്ളതാണ്. വീണ്ടും ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. 2 ജലപീരങ്കികളിൽ നിന്നായി തുടർച്ചയായി ജലപീരങ്കി പ്രയോഗിക്കുന്നു. അതിശക്തമായ സമരം. പോലീസ് അതിനെ പ്രതിരോധിക്കുകയാണ്. പ്രവർത്തകരെ ഇവിടെ നിന്ന് മാറ്റുന്നതിന് വേണ്ടി ദേവസ്വം ബോർഡ് ജംഗ്ഷൻ ഏതാണ്ട് മുഴുവനായും യുവമോർച്ച പ്രവർത്തകരെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞു. 2 ജലപീരങ്കികളിൽ നിന്ന് 4 കുഴലുകളിൽ നിന്നായി ഒരേ സമയം ഇവിടെ കൂടി നിൽക്കുന്ന യുവമോർച്ച പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിക്കുകയാണ് പോലീസ്. ജലപീരങ്കിക്ക് നേരെ കൊടികെട്ടിയ വടിയെറിയുന്ന നമുക്ക് ഇവിടെ നിന്ന് ദൃശ്യങ്ങളിൽ കാണാം. ആ ജലപീരങ്കി അതിന്റെ വെള്ളത്തിന്റെ ശക്തിയിൽ തെറിച്ചു വീഴുന്ന പ്രവർത്തകരെയും നമുക്ക് ഇവിടെ നിന്ന് കാണാം. അതും ശക്തമായ പ്രതിഷേധം ഇവിടെ അലയടിക്കുമെന്ന് തന്നെയാണ്. ജലപീരങ്കി പരമാവധി ദൂരത്തേക്കുൾപ്പെടെ മുഴുവൻ പ്രവർത്തകരെയും ഇവിടെ നിന്ന് മാറ്റുക എന്ന ഉദ്ദേശത്തിന്റെ ഭാഗമായി മുന്നോട്ടേക്ക് അടിക്കുന്നുണ്ട്. ചില പ്രവർത്തകർ തെറിച്ചു വീഴുന്നത് നമുക്ക് കാണാം. എന്നിട്ട് പ്രവർത്തകർ പിന്തിരിഞ്ഞോടുന്ന പ്രവർത്തകർ പലരും മുന്നോട്ടേക്ക് വരുന്നുണ്ട്. ഇപ്പോഴും കൂട്ടമായി വീണ്ടും മുദ്രാവാക്യ വിളികളുമായി ജലപീരങ്കി നിലച്ചപ്പോൾ ബാരിക്കേഡിനടുത്തേക്ക് സംഘം ചേർന്ന് പോവുകയാണ്. അതിശക്തമായ പ്രതിഷേധമുണ്ടാകുന്നു. ഡൽഹിയിലുള്ള പ്രതിഷേധം, ആ പ്രതിഷേധത്തിന്റെ മറുപടി എന്ന നിലയിലാണ് കേരളത്തിൽ മുഖ്യമന്ത്രിക്കെതിരായ പ്രതിഷേധത്തിലേക്ക്, KPCC ആസ്ഥാനത്തേക്കുള്ള പ്രതിഷേധത്തിലേക്ക് BJPയും യുവമോർച്ചയും നീങ്ങുന്നത് എന്നതാണ് അതിശക്തമായ പ്രതിഷേധം. ജലപീരങ്കിക്ക് പിന്നാലെ ആ പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിലേക്ക് ചാടിക്കയറുന്ന നമുക്ക് കാണാം. പോലീസിനെതിരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട്, മുഖ്യമന്ത്രിക്കെതിരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട്, കോൺഗ്രസിനെതിരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് യുവമോർച്ച പ്രവർത്തകർ അണിനിരന്നിരിക്കുന്നത്. 100 കണക്കിന് പ്രവർത്തകർ ദേവസ്വം ബോർഡ് പൂർണ്ണമായി സ്തംഭിപ്പിച്ചുകൊണ്ടാണ് ഈ സമരം എന്നതാണ്. അതിശക്തമായ സമരം. കഴിഞ്ഞ ദിവസം KPCC ഓഫീസിലേക്കും സമാനമായ സമരം BJPയുടെ നേതൃത്വത്തിൽ നമ്മൾ കണ്ടു. യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷന്റെ നേതൃത്വത്തിലാണ് ഇന്നിവിടെ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്.